നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി നിയന്ത്രിക്കുന്നത് ആരായാലും ഫുട്ബോൾ മാറി മറ്റു വല്ലതുമാകാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അർജൻറ്റീനയ്ക്കെതിരെ ഫൈനലിന് മുമ്പ് സ്പാനിഷ് താരം ഐമറിക് ലാപ്പോർട്ട് പറയുകയാണ്, അത് അർജൻറ്റീനയുടെ പ്രകോപനങ്ങൾ അതിൽ വീണ് ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാം എന്നുള്ളൊരു മൊത്തത്തിൽ ധാരണ പലരും പടർത്തുന്നുണ്ട്. അർജൻറ്റീന വളരെ അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്, സ്പോർട്സ്മാൻഷിപ്പ് ഇല്ലാതെയാണ് കളിക്കുന്നത്, ഭയങ്കര ഫൗളുകളാണ്, പ്രശ്നങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവാണ് ഇപ്പോൾ സ്പാനിഷ് മീഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രൂപത്തിൽ വേണം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ കാണാൻ. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെയാണ് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഐമറിക് ലാപ്പോർട്ട്. അപ്പോൾ ലാപ്പോർട്ടിനോട് ചോദിക്കുന്നു, നിങ്ങൾ വറീഡാണ് അർജൻറ്റീനയുടെ അഗ്രസീവ്നെസ്സിൽ? അവർ ഇൻറ്റൻസിറ്റി അതുപോലെ അഗ്രഷൻ എന്നൊക്കെ പറയും, അവസാനം വരെ പോരാടുന്നൊക്കെ പറയും, പക്ഷേ കളിക്കളത്തിൽ അത്ര സ്പോർട്സ്മാൻഷിപ്പിലാണോ അവർ കളിക്കുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഈ ഫുട്ബോളിലെ അഗ്രഷനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഭയപ്പെടുന്നില്ല. ഫുട്ബോളിൽ അഗ്രഷൻ ഉണ്ടാവും, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് റഫറിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നടക്കട്ടെ, എനിക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇപ്പോൾ ശരിയാണ്, റീസെൻ്റായിട്ടുള്ള ചില അർജൻറ്റീനയുടെ മത്സരങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു, അത് അൺപണിഷ്ഡായിട്ട് കടന്നുപോയി. അപ്പം നമ്മൾ അർജൻറ്റീനയ്ക്കത് കളിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ദേഹത്ത് മാർക്കേൽപ്പിക്കുന്ന രൂപത്തിൽ ചവിട്ടലും കുത്തലും ഒക്കെ നടത്തുന്നു എന്നുള്ളതാണ്. അത് ഫുട്ബോളിൽ അനുവദിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റിൽ. കാരണം അത് നമ്മളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ റഫറിയാണ് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ ഒരു ടീമിനെയും അനുവദിക്കരുത്. ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിന് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാച്ച് ആകെ പിടിവിട്ടു പോകുന്നൊരവസ്ഥയിലാവും. സോ ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ വളരെ ഫെയറായിട്ട് കളിച്ച് വന്നിട്ടുള്ളൊരു ടീമാണ്. അപ്പം തീർച്ചയായിട്ടും റഫറിങ് എങ്ങനെയാണ് എന്നനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ഡ്രസ്സിംഗ് റൂമിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ വിഷയം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അവരിങ്ങനെയാണ് കളിക്കുന്നത്, അവരിങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ വിഷയങ്ങൾ നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുകൂടി ഐമറിക് ലാപ്പോർട്ടിനോട് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, യെസ്, ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നേ. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കളി നിയന്ത്രിക്കുന്ന ആളുണ്ട്, റഫറി ഉണ്ട്, കളി ഓവർസീ ചെയ്യുന്ന ആൾ. അയാൾ ഉറപ്പാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഫുട്ബോൾ അല്ലാതെ മറ്റെന്തെങ്കിലും ആയി മാറുന്നുണ്ടോ, അത് നടക്കുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് അയാൾ ഉറപ്പാക്കണം. അതാണ് ആ ഒരു ഒന്നോ രണ്ടോ ആളുകൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിൽ അത് തടയണം, അതാണ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഇത് ഫുട്ബോൾ മാറി, നമ്മളിവിടെ പറയില്ല WWE, ഫുട്ബോൾ മാറി തല്ലുമാല ആവാതെ റഫറിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഐമറിക് ലാപ്പോർട്ട് പറയുന്നത്. അതായത് ഇതിൽ വളരെ വലിയ രൂപത്തിൽ അർജൻറ്റീനയുടെ കളി വളരെ മോശമായ രൂപത്തിലാണ്, ഡേർട്ടി ആർട്സാണ് ചെയ്യുന്നത്, ഡാർക്ക് ആർട്സാണ് ചെയ്യുന്നത്, ഈ രൂപത്തിലൊക്കെ ആണ് ഇപ്പോൾ പ്രചരിപ്പിച്ചത്. അതിപ്പോൾ ഇംഗ്ലീഷുകാർ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതേ ടോണിൽ തന്നെയാണ് ഇപ്പോൾ സ്പെയിനുകാരും പ്രചരിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. റഫറി ശ്രദ്ധിക്കണം, ഇത് ഫുട്ബോൾ മാറി WWE ഒക്കെ ആവാതെ, അല്ലെങ്കിൽ ഫുട്ബോൾ മാറി മറ്റെന്തെങ്കിലും ആവാതെ റഫറി ശ്രദ്ധിക്കണം എന്നാണ് ലാപ്പോർട്ട് പറയുന്നത്. കളിക്ക് മുമ്പ് തന്നെ റഫറിക്ക് വേല ആവശ്യത്തിനുള്ള സമ്മർദ്ദങ്ങൾ ഇവരെ കിട്ടുകഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.